ഹായ് ഗൈസ്. അപ്പോ ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവല്ലയില. ഞങ്ങള് എല്ലാരും കൂടെ തിരുവല്ലയില് എത്തി. ഞങ്ങള് കുറെ ദിവസമായി വന്നിട്ട്. അപ്പൊ ക്രിസ്മസിന് മുമ്പ് എത്തിയതാ. പിള്ളേർക്കെല്ലാം വെക്കേഷൻ അല്ലേ, അപ്പം അതുകൊണ്ട് എത്തിയതാ. ഇവിടെ നമ്മുടെ ഒരു കള്ളക്കുന്നൻ ഇരിപ്പുണ്ട്, അമ്പാടിക്കുട്ടൻ. ഹായ് പറയടാ. ചേച്ചിയുടെ മോനാ. അപ്പൊ ഞങ്ങൾ ഇന്ന് നേരെ കോട്ടയത്ത് വരെ പിന്നെ അളിയന്റെ കാറ് ഒന്ന് സർവീസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നുണ്ട്. ഏതാ ഫോണിൽ കണ്ട് ആര് ചെയ്തു? നീ എന്താ ചെയ്ത് ഫോണിൽ കണ്ടിട്ട്? കേട്ടല്ലേ, ഫോണിൽ കണ്ടിട്ട് നീ എന്താ ചെയ്ത്? ഭയങ്കര കുസൃതി കേട്ടോ. നീ എത്രാം ക്ലാസ്സിലാടാ? ഒന്നാം ക്ലാസ്സില്. ഒന്നാം ക്ലാസ്സിലായതേ കേട്ടോ. ഏതാ സ്കൂള്? അമൃത വിദ്യാലയം. അപ്പൊ ഞങ്ങള് ഇന്ന് കോട്ടയത്തിന് വിനിച്ചേട്ടന്റെ കാറ് സർവീസ് ചെയ്യാൻ കൊണ്ടുവന്നുണ്ട് ടാറ്റയുടെ ഷോറൂമില്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നേരെ ലുലു മാള്, കോട്ടയത്ത് പുതുതായിട്ട് തുടങ്ങിയ ലുലു മാളിൽ ഒന്ന് കയറണം. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഞങ്ങളപ്പോ ഇതും കൂടെ കഴിഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് കയറണമെന്നാണ് വിചാരിക്കുന്നത്. കാരണം അവിടെ സർവീസിന് കൊടുത്തേച്ച് വണ്ടി തിരിച്ച് വാങ്ങിച്ചോണ്ടേ വരാൻ പറ്റുള്ളൂ. ഇവിടുന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ പോയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ തിരിച്ചു പോയി വണ്ടി എടുക്കുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നേരെ ഞങ്ങൾ വണ്ടി അവിടെ കൊടുത്തേച്ച് ലുലു മാളിൽ ഒരു കറക്കം കഴിഞ്ഞിട്ട് പിന്നെ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയ്ക്കൊക്കെ കയറിയിട്ട് പിന്നെ വണ്ടിയും കൊണ്ടേ തിരിച്ചു വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ കോട്ടയത്തിന്. എല്ലാവരും ഒരുങ്ങുന്നേ ഉള്ളൂ. ഉണ്ടുണ്ട്, അവിടെ ഇരിപ്പുണ്ടാ. അവിടെ എവിടെയോ ഞാൻ വെച്ചായിരുന്നു. ആ അതന്നെ അതന്നെ, പല്ലില്ലാത്ത ജീപ്പ. അമ്മുക്കുട്ടി, അമ്മുക്കുട്ടി ഇനി വന്നേ. ചേച്ചി എന്ത് ഇറങ്ങാം? ഇറങ്ങാറായോ? അയ്യോ, എല്ലാരും ഒരുങ്ങാൻ തുടങ്ങുന്നേ ഉള്ളൂ. അതെ. അമ്മ ഒരുങ്ങിയോ? ആ കണ്ടു കണ്ടു പിന്നെ ഇവരെല്ലാരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഞാൻ ഫസ്റ്റ് റെഡിയായി, ഡ്രസ്സും ഒക്കെ ഇട്ടിരിക്കുക. ഇനിയിപ്പോ എപ്പോ വരുമെന്തോ. എന്താ കുട്ടേട്ടൻ ഫസ്റ്റ്. അമ്പാടിക്കുട്ടൻ രാവിലെ അമ്പാടിക്കുട്ടന്റെ ചെരുപ്പും തപ്പി നടക്കുക. നിന്റെ ചെരുപ്പ് കിട്ടിയില്ലേടാ? ഏത് ചെരുപ്പാ? പച്ചക്കളറോ? ഓ, പട്ടി എടുത്തോണ്ട് പോയോ? രാവിലെ നീ എവിടെ എടുത്തിട്ടിരുന്നത്? കാരണത്തില്ല. നീഞ്ഞപ്പാ, വണ്ടിക്കകത്തല്ല, വണ്ടിയിലല്ല അഴുക്കാ. നീഞ്ഞപ്പാ, വണ്ടിയല്ലേ അച്ഛൻ വരട്ടെ. വണ്ടിയെ ചാരി നിന്നാലേ നിന്റെ ദേഹത്തെല്ലാം അഴുക്ക് പറ്റും. ആരാം കരോ, അല്ലെങ്കിൽ അമ്മ ഒന്ന് നോക്കി എടുത്തു തരും. അമ്പാടിക്കുട്ടൻ ചെരുപ്പില്ലാത്തോണ്ട് പ്രതിഷേധാർത്ഥം തന്റെ തറയിലിരുന്ന് നിരങ്ങുക. അവസാനം കിട്ടി ചെരുപ്പ് കിട്ടി. എടാ എണീരടാ, നിന്റെ ദേഹം നിറച്ച് അഴുക്കാവും. തന്നെ തോന്നിടുക ചെരുപ്പ്. ഇങ്ങനെ തന്നെ. വർക്ക് ചെയ്യുന്നില്ലയോ? എന്ത് പറ്റി? ഓടാ, ദൈവമേ, ഇന്നങ്ങാട് ഇറങ്ങുമോ? 9 മണിക്ക് അല്ല 8 മണിക്ക് ഇറങ്ങണമെന്നും പറഞ്ഞുകൊണ്ടിരുന്ന സമയം ഇപ്പൊ ഏകദേശം 9:10 കഴിഞ്ഞില്ലേ? 9:15 തോന്നില്ലേ? അയ്യോ കൊള്ളാം.
എന്തുവാ എന്തായി പരിപാടികള്? നിങ്ങളുടെ നടക്കുമല്ലോ. ഏത് മൊബൈല്? അക്കു ഇറങ്ങിയില്ല ഇതുവരെ. ഓ ഇപ്പൊ വരുന്നേ. എന്തു പറ്റി? അമ്പാടിക്കുട്ടൻ പറയുന്നതാണ്ട സമയം കളയുന്ന എല്ലാരും കൂടെ. അയ്യോ കാരണം താക്കോല് ഇതാ ഇതിനിടയ്ക്കിരിക്കുന്നു. ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല, നിനക്കറിയാമല്ലോ എന്തിനാ ട്രൈ ചെയ്യുന്നത്. അമ്പാടിക്കുട്ടോ എണീച്ചോ. അയ്യോ ചട്ടമ്പി നീടാ, എന്തിന് സമയം കളയുന്നേ? എന്തിനിങ്ങനെ സമയമൊക്കെ കളയുന്നേ? അയ്യോ കൊള്ളാം. കുറെ നേരം കൊണ്ട് എന്നോട് കാർ എടുത്ത് വെളിയിടാൻ പറഞ്ഞു. അപ്പൊ ഞാൻ കേൾക്കാത്തോണ്ട് അതുകൊണ്ട് ആശാട്ടി സ്വന്തമായിട്ട് കാർ എടുത്ത് വെളിയിലിട്ടിടാൻ പോവാ. ക്ലച്ച് ചവിട്ടിക്കോ. എടി ക്ലച്ച് ചവിട്ടടി. ലോങ് പ്രസ്. ഇത്തിരി ബാക്ക് എടുത്തിടാം, നമുക്ക് ഫോട്ടോ എടുക്കാനേ. ആണോ? അയ്യോ ഇല്ല എടുത്തില്ല. അത് കുഴപ്പമില്ല, ഇറങ്ങി വരും. അല്ല വന്നിട്ട് എടുക്കാം. നമുക്കെന്നാ ഇറങ്ങാം. എന്ത് ചേച്ചിയൊക്കെ എന്ത് ചെയ്യേ? പെട്ടെന്നാട്ടെ. വലിയ കാര്യത്തെ അവള് മറ്റേ ഓട്ടോ ഗിയർ വണ്ടിയല്ലേ ഓടിക്കുന്നത്. അവള് വലിയ കാര്യത്തെ ഇതെടുത്ത് റിവേഴ്സ് ഇടാവും പറഞ്ഞിട്ട് വന്നാ, പക്ഷെ നടന്നില്ല. സംഭവം അവള് കംപ്ലീറ്റ് മറന്നുപോയെന്നാ പറഞ്ഞേ. ഫോട്ടോ. അങ്ങനെ ഞങ്ങൾ ഏകദേശം തിരുവല്ല ശ്രീവല്ലഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി. അപ്പൊ ഇവിടെ കാണിക്കവഞ്ചിൽ പൈസ ഇടാൻ വേണ്ടിട്ട് വിൻചേട്ടനല്ല അക്കുവാ പോയില്ലേ. അക്കു ഒരു കാണിക്കവഞ്ചിൽ പൈസ ഇടാൻ വേണ്ടി പോയതാ. നാരായണ കൃഷ്ണ ഗുരുവായൂരപ്പ. ഹായ് ഗൈസ്, ഞങ്ങൾ തന്നെ കാപ്പി കുടിക്കാൻ വേണ്ടി അന്നത്തെ കാപ്പിയും ഊണും എല്ലാം പുറത്തുനിന്നാക്കാന്ന് വെച്ചു. അപ്പൊ ഞങ്ങളങ്ങനെ ഇടിഞ്ഞില്ലത്ത് വന്നിട്ട് അന്നപൂർണ എന്ന് പറഞ്ഞിട്ടൊരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയതാ. കാണിച്ചാൽ എന്നിട്ട് എല്ലാം കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ട്. അയ്യോ, അപ്പൊ എന്തായാലും ഞാനിവിടെ പോട്ടെ. ചെന്നില്ലെങ്കിലേ, കാരണം വണ്ടി ഏകദേശം 9 മണിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞതാ ഇവിടെ സർവീസിനെ. ഇപ്പൊ സമയം ഏകദേശം 9:30 അപ്പൊ പെട്ടെന്ന് വിനിച്ചേട്ടന് വണ്ടി കൊടുക്കേണ്ടിയുണ്ട്. ഞാനും പെട്ടെന്ന് പോയി കഴിക്കട്ടെ.
ഞങ്ങളങ്ങനെ അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ അന്നപൂർണ്ണത കഴിച്ചിട്ട് നേരെ കോട്ടയത്തിന് വിടുക. അപ്പോൾ ചങ്ങനാശ്ശേരി എത്തിക്കഴിഞ്ഞപ്പോൾ ടൗൺ ടച്ച് ചെയ്യാതെ ബൈപ്പാസ് വഴി കയറി പോകാമെന്നും വെച്ച് ചങ്ങനാശ്ശേരിയിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ബൈപ്പാസ് വഴി പൊയ്ക്കൊണ്ടിരിക്കുക. വിനിച്ചേട്ട ഫ്രണ്ടിൽ കത്തിച്ച് വിടുക. കാരണം ഇപ്പം തന്നെ നല്ല ലേറ്റായി കേട്ടോ, ഒരുപാട് താമസിച്ചു. ഈ ബൈപ്പാസ് കയറി പോയി കഴിഞ്ഞാൽ കുറേ ട്രാഫിക് കുറവുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ ഇപ്പോൾ ബൈപ്പാസ് കയറിയത്. നല്ല അടിപൊളി പ്രകൃതി ഭംഗിയാണ് കേട്ടോ ഇവിടുത്തെ. രണ്ട് സൈഡിലും ഇഷ്ടംപോലെ പിന്നെ മരങ്ങളും ഹരിതാഭ്യം പച്ചപ്പോ എന്നൊക്കെ പറയും. അയ്യോ, പക്ഷേ ഇപ്പോ ഒരു ചെറിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുവഴിയാണ് മിക്ക വണ്ടികളും പാസ് ചെയ്ത് പോകുന്നത്. കണ്ടില്ലേ ഇവിടെ ചങ്ങനാശ്ശേരി കണ്ടില്ലേ, ചങ്ങനാശ്ശേരി എന്ന് എഴുതി വെച്ചിരിക്കുന്നത്. എന്താണെന്ന് എനിക്കും അറിയാൻ വയ്യ. എനിക്ക് തോന്നുന്നു മുനിസിപ്പാലിറ്റിയുടെ എന്തോ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു. ഇതുവഴി ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. തൊട്ടപ്പുറത്തൂടെ തോടാന്നോ കനാലാന്നോ എന്തോന്ന് ബോധമുണ്ട്. അതിന്റെ അപ്പുറത്തായിട്ടാണ് ഈ ബിൽഡിങ്ങില് വലിയ അക്ഷരത്തിൽ ചങ്ങനാശ്ശേരി എഴുതി വെച്ചു. ഞങ്ങളിപ്പോ ചങ്ങനാശ്ശേരി ബൈപ്പാസിൽ കിടക്കുകയാണ്, ഒരു നിവർത്തിയില്ല. പണ്ടാണെങ്കില് ബൈപ്പാസില് ഇത്രയും ട്രാഫിക് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ, ടൗണിലായിരുന്നു ട്രാഫിക്. ഇപ്പൊ ടൗണിലേക്ക് മാറി ബൈപ്പാസിലാണ് കംപ്ലീറ്റ് ട്രാഫിക്, ഒരു നിവർത്തിയില്ല. ഏകദേശം ഇപ്പൊ ഒരു അരമണിക്കൂറിന് മേളിലായി ബൈപ്പാസിൽ കയറിയിട്ട് 11 മണി അടുപ്പിച്ചാകാറായി. അങ്ങനെ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നല്ല ട്രാഫിക് അതല്ലേ, ഒരു രക്ഷയില്ല. അയ്യോ, അങ്ങനെ വല്ല വിധേനയും ബൈപ്പാസ് കടന്നു കിട്ടി. അയ്യോ, താണ്ടെ ഇത് ശിവഗിരി തീർത്ഥാടനമാണ് കേട്ടോ. വണ്ടിയിൽ ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവന്റെ ഫോട്ടോയും ഒക്കെ അലങ്കരിച്ചു വെച്ച് നല്ല ഭക്തി നിർഭരമായ ത്യാഗ നിർഭരമായ ഒരു യാത്ര കേട്ടോ, കാൽനട യാത്രയായിട്ടാ. ഓ, ഇപ്പൊ ഈ ശിവഗിരി തീർത്ഥാടനം തുടങ്ങി കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്ത് ദൂരമുണ്ടല്ലേ. ഇനിയിപ്പോ ഇത് ഒരു ദിവസം കൊണ്ടൊന്നും എത്തൂല, നല്ല ദൂരമാണ്. എന്തായാലും കൊള്ളാം. ഇനി ശിവഗിരി വരെ ഇവര് ഇങ്ങനെ കാൽനടയായിട്ട് നടക്കുക. അങ്ങനെ ഞങ്ങൾ ടാറ്റ മോട്ടോഴ്സിലെത്തി. വിനിച്ചേട്ടൻ്റെ വണ്ടി ഇതാ ഇവിടെ കിടപ്പുണ്ട്, കണ്ടില്ലേ. വിനിച്ചേട്ടനും മോനും കൂടെ അകത്തോട്ട് പോയി. അവര് സർവീസിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷെ ഇനിയിപ്പോ ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാലേ, ഇപ്പോ വണ്ടി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വണ്ടിയേ ഉള്ളൂ, മൊത്തം 10 പേരുമുണ്ട്. ഇപ്പൊ ഞങ്ങളെല്ലാം കൂടെ ഒരു തീരുമാനത്തിലെത്തി. ഇനിയിപ്പോ ഇവിടുന്ന് എങ്ങനെ പോയാലും ഒരു 1/2 കിലോമീറ്റർ കൂടുതലുണ്ട് ലുലു മാൾ വരെ. അതുവരെ നടക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അപ്പം ഒരു ടീമിനെ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് തിരിച്ചു വന്ന് അടുത്ത ടീമിനെ വിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നേരെ ലുലു മാളിലോട്ട് വന്നു. ചേച്ചിയും വിനിച്ചേട്ടനെ, അക്കുനെയും അമ്മൂനെയും അമ്പാടിക്കുട്ടനെയും കൂടെ ഇനി രണ്ടാമത് പോയി വിളിച്ചുകൊണ്ട് വരണം. അങ്ങനെ നമ്മൾ ലുലു മാളിലേക്ക് കയറി. അടിപൊളി, നല്ല വിശാലമായ പാർക്കിംഗ് ഏരിയ കേട്ടോ, ഫ്രണ്ടിൽ തന്നെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു മിനി മാളാണ്. ലുലു മാൾ എന്ന് പറഞ്ഞാൽ ലുലു മാളിന്റെ ഒരു മിനി മാൾ, അതായത് തിരുവനന്തപുരത്തും എറണാകുളത്തും ഒക്കെ ഉള്ളതിന്റെ ഒരു മിനി മാൾ. അത്രയും വലിപ്പമില്ല ഇതിന്. ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഫ്രണ്ട് നിറച്ചുണ്ട് കേട്ടോ. നമുക്കപ്പോ നേരെ ഇവരെ കൊണ്ടുവന്ന് ഇതിന്റെ ഫ്രണ്ടിൽ ഇറക്കിയിട്ട് എനിക്ക് തിരിച്ചു പോകണ്ടേ. അതുകൊണ്ട് എന്തായാലും പാർക്കിംഗ് ഏരിയയിലോട്ട് തൽക്കാലം കയറുന്നില്ല. ഇവിടെ മാത്രമല്ല കേട്ടോ, അതുകൊണ്ട് അങ്ങോട്ട് ഇടത്തോട്ട് തിരിഞ്ഞും വണ്ടികൾ പോകുന്നുണ്ട്. അപ്പൊ അവിടെയും പാർക്കിംഗ് കാണും. ഓ യെസ്, ലുലു മാളിന്റെ ഫ്രണ്ടിലെത്തി കേട്ടോ, നല്ല തിരക്കുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഇവരെ ഇവിടെ ഇറക്കിയിട്ട് നേരെ ഞാൻ പോയി അവരെ ഒരുമാതിരി നല്ല തിരക്കാണ് കേട്ടോ. അങ്ങനെ ഞാന് അവരെയും വിളിച്ചോണ്ട് വന്ന് നേരെ പാർക്കിംഗ് ഏരിയയിൽ കൊണ്ടുവന്ന് വണ്ടി ഇട്ടേച്ചു. ഇതാണ് ലുലു മാൾ. അതുകൊണ്ട് ഇവിടെ വലിയൊരു ക്രിസ്മസ് ട്രീ, ക്രിസ്മസിന്റെ ആഘോഷം നടന്നു. അടിപൊളി. ഏകദേശം എനിക്ക് തോന്നുന്നു ലുലു മാളിന്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ, ക്രിസ്മസ് ട്രീ.
നമുക്ക് കുറച്ച് അടുത്തോട്ട് പോയി അടുത്ത് കണ്ടില്ല. അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ അയ്യോ. ഇനിയിപ്പോ അവരെ തപ്പിയെടുക്കുന്നുണ്ട്. ഇവിടെ ഒരു ഇത് എന്തോ ഒരു കാർട്ടൂൺ എന്താണെന്നുള്ളത് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല. നമുക്കെന്തായാലും ഈ തിരക്കിനിടയിൽ അവരെ നോക്കാം. ഇവിടെ ഒരുമാതിരി അവരവിടെ നിൽപ്പുണ്ട്. ഇവിടെ ഒരുമാതിരി തിരക്കുണ്ട്, നല്ല തിരക്കാണ്. അവരെന്നെ വെയിറ്റ് ചെയ്ത് ഫ്രണ്ടിൽ തന്നെ നിൽക്കും. ആഹാ, ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുക. അയ്യോ, ഇത് കണ്ടില്ലേ, ലുലു മാളിന്റെ ഉദ്ഘാടനത്തിന്റെ നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കും. ഉദ്ഘാടന കാര്യങ്ങളൊക്കെ ഇത് 2 നിലയാണ്. എൻ്റെ സൈഡിൽ എസ്കലേറ്റർ. ഇനിയിപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം ഹൈപ്പർ മാർക്കറ്റിൽ കയറണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഇങ്ങനെ തീരുമാനം എടുത്തിരുന്നു. അപ്പം അമ്പാടി നേരെ അവന് ആദ്യം ഗെയിം സോണിൽ പോകണമെന്നാണ് പറഞ്ഞത്. അവന് ഗെയിം സോണിൽ പോകണമെന്ന് പറഞ്ഞത് ഞങ്ങൾ നേരെ മുന്നിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് പ്ലാനിങ് അമ്പാടി തെറ്റി. കാരണം അവന് കളിക്കാനല്ലേ ഇവിടെ വന്നു, പിള്ളേരല്ലേ ആഘോഷിക്കും. ഇനിയിപ്പോൾ മുകളിലത്തെ കാഴ്ചകൾ കഴിഞ്ഞു. ഇഷ്ടം പോലെ നല്ല ലോക നിലവാരത്തിലുള്ള ഇവിടെ കയറി വരുമ്പോൾ തന്നെ അവിടെ ലെഫ്റ്റ് സൈഡിൽ ഗെയിം സോൺ ഉണ്ട് കേട്ടോ. അവിടെയാണ് അമ്പാടി സൈഡ് വഴി ഗെയിം സോണിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അമ്പാടിക്ക് സൈഡ് വഴി വായി. അപ്പൊ ഇനി അമ്പാടിയുടെ കളികളാണ്. സത്യം പറഞ്ഞ താഴെ നിന്ന് കണ്ടപ്പോൾ പിന്നെ ശരിക്കും ഇതിനകത്ത് കയറി കഴിയുമ്പോൾ ഏകദേശം നമ്മളെല്ലാ ലുലു മാളിലും കയറുന്ന വിശാലമായ ഷോറുമായിട്ട് തന്നെ തോന്നുന്നുണ്ട്. ഇതാണ് ഗെയിം സോൺ. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തിരക്കുള്ളത് ഇവിടെ. അയ്യോ, ശരിക്കും പറഞ്ഞാൽ പുറത്ത് ഇതിൻ്റെ പകുതി ആളുകൾ ഇതിനകത്തോട്ട് കയറാൻ തന്നെ അതുപോലെ തിരക്കാണ്. വെക്കേഷനില്ലേ, അതുകൊണ്ട് പിള്ളേരെല്ലാം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അമ്പാടിയുള്ള സാധനങ്ങളാണല്ലോ എല്ലാം. എല്ലാവർക്കും വന്ന ഉടനെ ഗെയിം സോണിലോട്ട് കയറിയാണ്. ഇഷ്ടം പോലെ സമയം ചെലവഴിക്കാനുള്ള പരിപാടി. എന്തായാലും ഇവിടെ കാർ
നല്ല തിരക്കാ, മര്യാദക്ക് നടക്കാൻ പോലും സ്ഥലമില്ലാത്ത. ബാക്കിയുള്ള എല്ലാ ഫുട്ബോളിൽ പോലും ഇത്ര തിരക്കാണ്. എന്തായാലും അമ്പാടിയുടെ പ്രായത്തിലുള്ള പിള്ളേർക്ക് പറ്റിയ പിള്ളേരെ കൊണ്ട് വന്നപ്പോൾ നല്ല വൈബായി. പക്ഷേ നമ്മളെ ഈ തിരുവനന്തപുരം ലുലു മാളിൽ കുട്ടികൾക്ക് മാത്രമല്ല, ഇത് ബാസ്കറ്റ് ബോൾ പോലത്തെ സംഭവങ്ങൾ, പിന്നെ ഇങ്ങനെ വേറെ കുറേ എനിക്ക് ആ ഗെയിം ഈ നമുക്ക് വലിയവർക്കും കളിക്കാനുള്ള വലിയവർക്കും കളിക്കാനുള്ള ഗെയിമുകൾ കാരണം കുറവല്ലേ. അതുകൊണ്ട് അവിടെ വേണമെങ്കിൽ നമുക്കും കളിക്കാം. കാർ റേസിങ്, അതുപോലെ കുറേ സാധനങ്ങൾ. ആണ്ടെ ഇത് കാർ റേസിങ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാൻ എന്തായാലും പതുക്കെ ഒന്ന് വെളിയിലോട്ട് പോയിട്ട് വരാം. പുറത്തെ കാഴ്ച കൂടെ ഞാനൊന്ന് കാണാമെന്ന് വെച്ചാൽ വെളിയിൽ ഇറങ്ങി നോക്കട്ടെ. ഞാൻ വെളിയിൽ ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ എല്ലാവരും കൂടെ അവരുടെയും കൂടെ വന്നിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വീഡിയോ പിടിച്ച് ഇതുണ്ടല്ലേ, ഇവിടെ ഒരു ബോൾ വെച്ചിട്ട് കുറെ പാവങ്ങൾ പോലെ എന്തോ അതിനെ എറിഞ്ഞിട്ട് ഇതിങ്ങനെ എറിഞ്ഞിട്ട് അതിനെ എറിഞ്ഞിട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അത് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു ലെയർ മൊത്തം എറിഞ്ഞിട്ടോ അങ്ങനെ ഇവിടെ മുകളിൽ ഇങ്ങനെ എഴുതി കാണിക്കും എത്ര പോയിന്റ്. അമ്പാടി കുട്ടൻ എന്തൊക്കെ ഇങ്ങനെ നമുക്ക് അമ്പാടി കുതിരപ്പുറത്ത് കയറാൻ പോവാം. അവന്റെ വെക്കേഷൻ അങ്ങനെ അടിപൊളിയായി. അമ്പാടിക്കുട്ടൻ അങ്ങനെ കുതിരപ്പുറത്ത് പറക്കാൻ പോവാ. പേടിക്കുന്നു. കുഴപ്പമില്ല, അവനേക്കാൾ ചെറിയ പിള്ളേരൊക്കെ അവനേക്കാൾ ചെറിയൊരു അങ്ങനെ കുതിരസവാരി ആരംഭിച്ചു. ചാടി 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 ഇതിന് ഇത്രയും സ്പീഡേ ഉള്ളൂ. പിള്ളേരില്ലേ അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവർക്കും കൂടെ കയറാൻ പറ്റി. അങ്ങനെ ഒരു സംഭവത്തിലോട്ട് കയറാൻ പറ്റി. സംഭവം ഈ 3D പോലത്തെ 3D 6D എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻസ് തന്നെ ഈ നമ്മളെ വേറൊരു ലോകത്തെ
പക്ഷെ നമ്മളെ അത് ആസ്വദിച്ചിരുന്നു കഴിഞ്ഞാൽ നല്ല അങ്ങനെ കണ്ണാടി ഗ്ലാസ് വെച്ച് വേണം കാണാൻ. ഈ 3D സിനിമ കാണുമ്പോഴേ കണ്ണാടി ഊരി മാറ്റിയിട്ട് നോക്കുമ്പോൾ ഇങ്ങനെ ഒരുമാതിരി വല്ലാത്ത വലിഞ്ഞു കാണുന്ന അങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് വേറൊരു ലോകത്ത് സഞ്ചരിച്ചിട്ട് തിരിച്ചെത്തി. അടിപൊളിയായിരുന്നു. നമ്മൾ ശരിക്കും അതിനകത്തൂടെ ഇനി അടുത്ത ഇപ്പം തന്നെ ഏകദേശം ഒരു 2 അടുപ്പിച്ചായി. അപ്പോൾ വെളിയിലൊക്കെ അടുത്ത കറക്കം കൂടെ ആകുമ്പോഴത്തേനും ഏകദേശം വണ്ടി എടുക്കാനുള്ള ടൈമാണ്. ഇപ്പോൾ അടുത്ത കാർഡ് ചാർജ് കാർഡ് അവിടെ സ്വൈപ്പ് ചെയ്യും. എനിക്കൊന്ന് മിനിറ്റ് 12,000 3,000 ചാർജ് ചെയ്യും. ഓ, ഇത് നമ്മൾ മുമ്പേ കണ്ട സാധനം ഇവരും എറിഞ്ഞിടുകയാണ്. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എറിഞ്ഞിടുമ്പോൾ ഇതിൻ്റെ പോയിന്റ് കിട്ടും. അപ്പം നമ്മുടെ കാർഡ് ഇത് റീചാർജ് ആകുമെന്നാണ് ഇവരും പറയുന്നത്. അക്കുവാണ് പറഞ്ഞത്. സംഭവം സത്യമാണെന്ന് അറിഞ്ഞില്ല. ഇത് എറിഞ്ഞിട്ട് പോയിന്റ് നമുക്ക് കിട്ടുന്നതിൻ്റെ അനുസരിച്ച് നമ്മുടെ കാർഡ് ഓട്ടോമാറ്റിക്കലി ചാർജ് ആകും. ഏകദേശം 190 പോയിന്റ്. അപ്പോൾ ഒരു കണക്കാണ് 30 രൂപയും കാർഡായി നമ്മുടെ അവകാശം. സത്യമാണെന്ന് അറിഞ്ഞൂടാ. വേണ്ടേ പിള്ളേരെ വിട്ടിട്ട് അമ്മൂമ്മയും ചേച്ചിയും അവളും വരെ ഏറ് തുടങ്ങി. ഞാനും വിളിച്ചേട്ടനും അപ്പൂപ്പനും മാത്രമേ ഉള്ളൂ മാറിയിട്ടില്ല. ബാക്കി എല്ലാവരും കേൾക്കി പങ്കിട്ടു. എന്തായാലും പിള്ളേർ മാത്രമല്ല, ഇവരും എന്നത്തെ ചെയ്യുന്നു, ആഘോഷിക്കുന്നുണ്ട്. കിട്ടിയ അവസരമില്ലേ, മുതലാക്കട്ടെ. എനിക്കൊന്നത് കാശ് കിട്ടുമെന്നേ അറിഞ്ഞപ്പോഴാണ് ഏറ് കൂടിയത് എല്ലാവരുടെയും. ഇത് വീണ്ടും പിന്നെ കാർഡ് ചാർജ് ആകുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു സാധനം എനിക്കൊന്ന് അതിനും പോയിന്റ് ആഡാകുമെന്ന് തോന്നുന്നു. നമ്മുടെ കാർഡിൽ പോയിന്റ് ആഡാകുമെന്നാണ് തോന്നുന്നത്. വേറൊരു ഫാമിലി അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. ഇവരും അതുകൂടെ ചാർജ് ചെയ്യണമെന്നാണ് പറയുന്നത്. ചാർജ് ചെയ്യട്ടെ, ഇതൊക്കെ ഒരു രസം. ഇങ്ങനൊക്കെ വരുമ്പോഴല്ലേ ഇതൊക്കെ കളിക്കാൻ പറ്റും. എല്ലാവരും കൂടെ കളിക്കും. പിള്ളേരെക്കാൾ മുന്നിലാണ് തള്ളമാര്. അമ്മൂമ്മയും അമ്മമാരും എല്ലാമാരും പത്തി കറിയുന്നതാണ്. അയ്യോ,
അമ്പാടിക്കുട്ടന് വേണ്ടിയിട്ട് ചാർജ് ചെയ്തത്. അപ്പം അമ്പാടിക്കുട്ടനാകെ പഴയ ഒരു 3-4 എണ്ണ എറിയുന്നു. ബാക്കിയുള്ളവരാ കംപ്ലീറ്റ് ഇപ്പൊ കളിക്കുന്നു. അയ്യോ പാവം അമ്പാടിക്കുട്ടനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇവിടെ ബ്രാൻഡഡ് കമ്പനികളുടെയാണ് ലൂയിസ് ഫിലിപ്പ് എന്നുള്ള സംഭവങ്ങൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പാർലറിലേക്ക് വേണമെന്ന കാര്യം. അങ്ങനെ ഞാൻ അവളെ വിളിച്ചോണ്ട് വന്നു. നമുക്കപ്പോൾ ഒരു ബാഗ് വേണം. ഒരു ബാഗ് വലിയ റേറ്റ് അഫോർഡബിൾ ആയിട്ടുള്ള അയ്യോ ഗൈസ്, അങ്ങനെ കോട്ടയം ലുലു മാളും ഒക്കെ കണ്ടു. പിന്നെ അളിയൻ്റെ വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് ഇപ്പോൾ എടുത്തുകൊണ്ട് വരും. അവർ കൊണ്ടുവന്നില്ല, ഞങ്ങൾ നേരത്തെ ഇനി പോന്നു. അവരിപ്പോൾ ഞങ്ങളുടെ പുറകെ തന്നെ ഉണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റ് കൂടെ ഉള്ളൂ ഇനിയും സർവീസിങ് കഴിഞ്ഞിട്ട് കിട്ടാനായിട്ട്. അങ്ങനെ തിരുവല്ലയിൽ തിരിച്ച് ചേച്ചിയുടെ വീട്ടിലെത്തി. ഞങ്ങൾ ഇപ്പോൾ ഇന്ന് തന്നെ തിരിച്ച് പിന്നെ തിരുവനന്തപുരത്തിന് തിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്തുക, കാരണം നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.